IPL-ൽ തുടർച്ചയായ 2 പരാജയങ്ങൾ നേരിട്ടതിന്റെ നിരാശയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമും ആരാധകരും. RCBയോടും രാജസ്ഥാൻ റോയൽസിനോടും പരാജയം വഴങ്ങിയതിന് പിന്നാലെ CSKയിലെ ബാറ്റിംഗ് ഓർഡറിലെ ധോണിയുടെ പൊസിഷൻ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ബംഗളൂരുവിനെതിരെ 9-ാമനായും രാജസ്ഥാനെതിരെ 7-ാമനുമായാണ് ധോണി ഇറങ്ങിയത്. മുംബൈ ഇന്ത്യൻസിനെതിരെ വിജയിച്ച മത്സരത്തിൽ 8-ാമതായിരുന്നു ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ. മികച്ച ഫിനിഷർ എന്ന് പേര് കേട്ട ധോണിയെ ഗ്രൗണ്ടിലിറക്കാൻ ഇത്രയും വൈകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഒരു കൂട്ടം ആരാധകരുടെ ചോദ്യം. ധോണിയെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് CSK കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ്. ധോണിക്ക് തുടർച്ചയായി 10 ഓവർ കളിക്കാനാകില്ലെന്നും അദ്ദേഹത്തിന് കാൽമുട്ടുകൾ അത്ര മികച്ച അവസ്ഥയിലല്ലെന്നും ഫ്ലെമിംഗ് പറയുന്നു. മത്സരശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഫ്ലെമിംഗ്. കളിയുടെ അവസ്ഥ അനുസരിച്ചാണ് ബാറ്റിംഗ് പൊസിഷൻ നിർണ്ണയിക്കുന്നത്. ധോണിക്ക് അത് മനസ്സിലാകും. ധോണിയുടെ കാൽമുട്ടിലെ പരിക്ക് ഇപ്പോഴും ഭേദമായിട്ടില്ല. അദ്ദേഹത്തിന്റെ ശരീരവും പ്രത്യേകിച്ച് കാൽമുട്ടുകളും പണ്ടത്തേതുപോലെയല്ലല്ലോ. 10 ഓവർ തുടർച്ചയായി കളിക്കാൻ അദ്ദേഹത്തിനാകില്ല. ഓരോ കളിക്കും അനുസരിച്ചാണ് ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ തീരുമാനിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷവും ഇതേ കാര്യത്തിൽ മറുപടി നൽകിയിരുന്നു. ധോണിയുടെ ലീഡർഷിപ്പും വിക്കറ്റ് കീപ്പിംഗ് സ്കില്ലും ടീമിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. 9ഉം 10ഉം ഓവർ കളിക്കാനായി അത് നഷ്ടപ്പെടുത്താനാകില്ല, ഫ്ലെമിംഗ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ അവസാന ഓവറുകളിൽ ക്രീസിലെത്തിയ ധോണി 11 പന്തിൽ 16 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് 6 റൺസിന് ജയിച്ചു.